ഹലോ എന്നെ പോലുള്ള പെമ്പിള്ളേർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട്, പക്ഷേ എവിടെയെങ്കിലും പോകാൻ നോക്കിയാൽ ഒറ്റ ഡ്രസ്സ് പോലും ഉണ്ടാവില്ല. ആ ഡ്രസ്സ് ഇടുമ്പോൾ അതിന് ഷോൾ ഉണ്ടാവില്ല, ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഇതിന് പാൻറ് ഉണ്ടാവില്ല. അങ്ങനെ അവസാനം ഞാൻ എങ്ങനെയൊക്കെ ഒരു ഡ്രസ്സ് ഇട്ട് ക്ലാസ്സിലേക്ക് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ഇംഗ്ലീഷാണ് കേട്ടോ. അങ്ങനെ ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചർ അടിപൊളിയായതുകൊണ്ട് തന്നെ ഒട്ടും പുറങ്ങായി തോന്നിയില്ല കേട്ടോ. അതിനുശേഷം ഉച്ചയ്ക്ക് നേരെ പോയത് ബേക്കറിയിലേക്ക് ഒരു ചായ കുടിക്കാൻ. ചായ ക്ലാസ് കാലിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റു. സാധാരണ വിശപ്പ് ചായ കുടിച്ചാൽ മാറുന്നതാണ്. ഇന്നത്തെ വിശപ്പ് ചായയിലൊന്നും ഒതുങ്ങുന്നില്ല കേട്ടോ. വീട്ടിലേക്ക് പോയിട്ട് വേണം വല്ലതും കഴിക്കാൻ. പിന്നീട് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് സാധാരണ പോകാറുള്ള കടയിലേക്ക് പോയി. ഓരോന്നിനും വില ചോദിച്ച് അവിടെ നിന്നു. അതിനുശേഷം നേരെ പോയത് പെട്രോൾ അടിക്കാനാണ്. വണ്ടിയിലാണെങ്കിൽ ഒരു തുള്ളി പെട്രോളില്ല. വിശന്ന് വലിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴതേ ഇവനെ കണ്ടത്. ഇവനും എന്നെപ്പോലെ വിശന്ന് നിൽക്കുകയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സമൂസയുടെ പാക്കറ്റ് പിടിച്ച് ഒരു സമൂസ ഞാൻ അവന് കൊടുത്തു കേട്ടോ. അവന് നല്ല വിശപ്പുള്ളത് കൊണ്ടാവണം അവൻ മുഴുവനും കഴിച്ചു. എന്നോടുള്ള സ്നേഹപ്രകടനം എന്നോണം വാല കാട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ കയ്യിൽ കുപ്പിയിലെ വെള്ളത്തിൽ നിന്ന് ഒരു ചിരട്ട എവിടെ നിൽക്കുമോ സംഘടിപ്പിച്ച് ഞാൻ അവന് വെള്ളവും കൊടുത്ത് അവനെ തണലത്തേക്ക് മാറ്റി നിർത്തിയതിന് ശേഷമാണ് ഞാൻ പോയത്. വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിലും വലിയ പുണ്യം വേറൊന്നും തന്നെയില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.